എല്ലാവർക്കും നമസ്കാരം. ഒരു ഐഡിയ, മനസ്സിൽ തോന്നുന്ന വെറുമൊരു ഐഡിയ, എങ്ങനെയാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായി മാറുന്നത്? അപ്പോ ഈ ഇന്നൊവേഷൻ എന്ന ആവേശകരമായ ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് യാത്ര ചെയ്താലോ? ആ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കാം. ശരിക്കും ഇതാണ് ലോകത്തുള്ള എല്ലാ കമ്പനികളും സംരംഭകരും തലപുകഞ്ഞ് ആലോചിക്കുന്ന ഒരു കാര്യം, അല്ലേ? ഒരു കിടിലൻ ഐഡിയ കിട്ടിയാൽ മാത്രം മതിയോ? അതോ വിജയത്തിന് ശരിക്കും ഒരു ഫോർമുല വല്ലതുമുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തിരയാൻ പോകുന്നത്. ഒരു സൂപ്പർ ഹിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് അത് വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു മാജിക്കുമല്ല. സത്യം പറഞ്ഞാൽ അതൊരു യാത്രയാണ്. കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ട ഒരു യാത്ര. അപ്പോ ആ യാത്രയ്ക്ക് നമ്മുടെ കയ്യിലൊരു മാപ്പ് ഉണ്ടെങ്കിലോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവില്ലേ? ശരി, അപ്പോൾ നമുക്ക് ആ മാപ്പിലേക്ക് തന്നെ കടക്കാം, അല്ലേ? ഒരു ഐഡിയയെ ഒരു റിയൽ പ്രോഡക്റ്റാക്കി മാറ്റുന്ന ഈ യാത്രയിൽ 5 പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജും വളരെ നിർണായകവുമാണ്. ഇതിലേക്കൊന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ മുഴുവൻ റോഡ് മാപ്പ്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇതൊരു 100 മീറ്റർ ഓട്ടമല്ല, ഒരു മാരത്തോണാണ്. ഏകദേശം 3 വർഷം വരെയൊക്കെ എടുത്തേക്കാം ഈ പ്രോസസ്സ്. അതായത് മനസ്സിലൊരു തീപ്പൊരിയായി തുടങ്ങുന്ന ഐഡിയയെ ഒരു രൂപമാക്കി പിന്നെ ആളുകളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അവസാനം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് വരെയുള്ള ഒരു വലിയ യാത്രയാണിത്. ഏതൊരു വലിയ കാര്യവും തുടങ്ങുന്നത് ഒരു ചെറിയ ഐഡിയയിൽ നിന്നായിരിക്കുമല്ലോ. ഈ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 100 കണക്കിന് ഐഡിയകളിൽ നിന്ന് ഏറ്റവും മികച്ചത് അരിച്ചെടുക്കും. എന്നിട്ട് അത് നടപ്പിലാക്കാൻ പറ്റുമോ, മാർക്കറ്റിന് ഇത് ആവശ്യമുണ്ടോ എന്നൊക്കെ വിശദമായി പഠിക്കും. ഈ ഘട്ടമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഉണ്ടാവും. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ, ഓക്കെ, ഈ ഐഡിയ വെറും സ്വപ്നമല്ല, ഇത് വർക്കൗട്ടാവും എന്നൊരു ഉറപ്പ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഐഡിയക്ക് ഒരു രൂപം കൊടുക്കുക എന്നതാണ്. അതായത് ആളുകൾക്ക് കയ്യിലെടുക്കാനും ഉപയോഗിച്ചു നോക്കാനും പറ്റുന്ന ഒരു ആദ്യത്തെ മോഡൽ. അതിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പേപ്പറിലുള്ളൊരു ഐഡിയയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു ചാട്ടം ഇതാണ്. ഇനിയാണ് ശരിക്കുമുള്ള ടെസ്റ്റ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ പ്രോട്ടോടൈപ്പ് എടുത്ത് നേരെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കൊടുക്കും. പിന്നെ കേൾക്കണം അവരുടെ അഭിപ്രായങ്ങൾ, നല്ലതും ചീത്തയുമെല്ലാം. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഈ അഭിപ്രായങ്ങളാണ്. അവരുടെ ഫീഡ്ബാക്ക് ഇല്ലാതെ മുന്നോട്ടു പോയാൽ അത് കണ്ണും കെട്ടി വണ്ടിയോടിക്കുന്നത് പോലെയാകും. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ മാറ്റങ്ങളും വരുത്തി ഇനി പ്രോഡക്റ്റ് വലിയ അളവിലുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. സാധാരണയായി 2ാം വർഷം മുഴുവൻ ഈ പ്രോഡക്റ്റിനെ പെർഫെക്റ്റ് ആക്കാനും 3ാം വർഷം പേറ്റന്റ് പോലുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ തീർത്ത് ഗംഭീരമായി ലോഞ്ച് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ശരി, നമ്മുടെ കയ്യിലിപ്പോൾ ഒരു നല്ല മാപ്പ് ഉണ്ട്. പക്ഷെ മാപ്പ് മാത്രം മതിയോ? നമ്മൾ പോകുന്നത് ശരിയായ വഴിയിലൂടെ തന്നെയാണോ എന്നറിയണ്ടേ? അവിടെയാണ് ഒരു കോമ്പസിന്റെ ആവശ്യം. നമ്മുടെ ഈ ഇന്നൊവേഷൻ യാത്രയിലെ കോമ്പസ് എന്ന് പറയുന്നത് ചില അളവുകോലുകളാണ്. നമ്മളതിനെ മെട്രിക്സ് എന്നും പറയും. ഈ കാണുന്നതാണ് ആ പ്രധാനപ്പെട്ട ചില സൂചകങ്ങൾ. അതായത് നമ്മുടെ യാത്ര എത്ര സ്പീഡിലാണ്, ശരിയായ ദിശയിലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു ഐഡിയ ഒരു പ്രോട്ടോടൈപ്പ് ആകാൻ എത്ര നാളെടുത്തു, നമ്മൾ തുടങ്ങിയ പ്രോജക്റ്റുകളിൽ എത്രയെണ്ണം ശരിക്കും മാർക്കറ്റിലെത്തി, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഒരു ഗുണമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ നമ്പറുകളിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇതിലെല്ലാത്തിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അത് ഇന്നോവേഷൻ വിജയനിരക്കാണ്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ 100 ഐഡിയ വെച്ച് തുടങ്ങിയാൽ അതിൽ എത്രയെണ്ണം എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ഒരു യഥാർത്ഥ പ്രോഡക്റ്റായി പുറത്തിറങ്ങുന്നു എന്ന കണക്കാണിത്. ഈ ചാർട്ട് കണ്ടാൽ ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. പക്ഷേ ഇതാണ് സത്യം. മിക്കവാറും എല്ലാ ഇന്നൊവേഷൻ പ്രോജക്റ്റുകളും ഏകദേശം ഒരു 85% പല കാരണങ്ങൾ കൊണ്ടും പാതിവഴിയിൽ നിന്നുപോകും. അതുകൊണ്ടാണ് ഈ വിജയനിരക്ക് നോക്കുന്നതും ഓരോ പരാജയത്തിൽ നിന്നും പഠിക്കുന്നതും ഒരു കമ്പനിക്ക് നിലനിൽക്കാൻ അത്രയേറെ അത്യാവശ്യമായി വരുന്നത്. ഒരു വലിയ യാത്ര പോകുമ്പോൾ മാപ്പും കോമ്പസും മാത്രം പോരല്ലോ, അല്ലേ? കയ്യിൽ വേണ്ട സാധനങ്ങളൊക്കെ വേണ്ടേ? കാലാവസ്ഥ എങ്ങനെയാവെന്നും ഒരു ധാരണ വേണ്ടേ? ഒപ്പം പോകാൻ നല്ലൊരു ടീമും വേണം. അതുപോലെ തന്നെയാണ് ഇന്നോവേഷന്റെ കാര്യത്തിലും. ഇവിടെ നോക്കൂ, ഇതൊരു ബാലൻസിംഗ് ആക്ടാണ്. ഒരു സൈഡിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നല്ല കഴിവുള്ള ടീം, ലേറ്റസ്റ്റ് ടെക്നോളജി, പിന്നെ പണം. പക്ഷെ മറുഭാഗത്ത് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുണ്ട്. ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരാം, വിചാരിച്ചതിലും കൂടുതൽ പണം ചെലവാകാം. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നല്ലൊരു ധാരണ വേണം. ഒരു പ്ലാൻ ബിയും കയ്യിൽ വേണം. ഇതിലെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യാത്ര നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല.
യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച്, സ്റ്റാർട്ടപ്പുകളുടെ സ്പീഡും പുതിയ ഐഡിയകളും, വെണ്ടർമാരുടെ എക്സ്പെർട്ടൈസ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ശരിയായ ആൾക്കാരെ കൂടെ കൂട്ടിയാൽ നമ്മുടെ യാത്രയുടെ വേഗത കൂടും, വിജയസാധ്യതയും കൂടും. ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ടയറിൽ കാറ്റുണ്ടോ, പെട്രോൾ അടിക്കണോന്നൊക്കെ നോക്കില്ലേ? അതുപോലെ ഒരു പരിപാടിയാണിത്. അതായത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ടീം എല്ലാവരും കൂടിയിരുന്ന് ചില കാര്യങ്ങൾ പരിശോധിക്കും. നമ്മളിപ്പോഴും ശരിയായ വഴിയിലാണോ? നമ്മുടെ ലക്ഷ്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വലിയ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ഒരുപാട് സഹായിക്കും. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ഒരു റേസിന്റെ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷേ സത്യം അതല്ല. അത് അടുത്തൊരു വലിയ റേസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. കാരണം ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിൽക്കുന്നതൊന്നല്ല, അതൊരു തുടർക്കഥയാണ്. അതായത് ഇന്നത്തെ ഈ വിജയം നാളത്തേക്കുള്ള ഇന്ധനമാണ്. ഓരോ തവണ നമ്മളൊരു പ്രോഡക്റ്റ് വിജയിപ്പിക്കുമ്പോഴും അത് കമ്പനിയുടെ അടുത്ത പ്രോഡക്റ്റുകൾക്കും പുതിയ ഐഡിയകൾക്കും വേണ്ട അടിത്തറയിടുകയാണ്. ഇതുവഴി കമ്പനിക്ക് എപ്പോഴും, അതായത് അടുത്ത 1, 3, 5 വർഷത്തേക്ക് പുതിയ ആശയങ്ങളുടെ ഒരു പൈപ്പ് ലൈൻ റെഡിയാക്കി വെക്കാൻ പറ്റും. അപ്പോ ഈയൊരു പ്രധാന ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ചോദ്യം ശരിക്കും ഓരോ കമ്പനിയും ഓരോ ടീമും അവരവരോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ സ്വന്തം ഇന്നൊവേഷൻ യാത്രകളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വിശകലനം ഒരു സഹായമായെന്ന് കരുതുന്നു. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ വഴികൾ കണ്ടെത്തുക.